ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പേര് ശ്രീജിത്ത്. നമ്മളെല്ലാവരും എപ്പോഴും ഇൻ്റർനെറ്റിൽ ഇങ്ങനെ കുറേ വെബ്സൈറ്റ്സിൽ പോയി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അതേപോലെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഗൂഗിളിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന പോലെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാശ് കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് പറ്റാറില്ല നിങ്ങൾക്ക്. സോ ആ വെബ്സൈറ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ജസ്റ്റ് ഇൻ്റർനെറ്റിൽ ഒരു വെബ്സൈറ്റ് പോവുക, ആ വെബ്സൈറ്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഷെയർ ചെയ്യുക. അതായത് ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ വെബ്സൈറ്റ് ആരുടെയാണോ അവർ നിങ്ങളെ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ഇതിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആ വെബ്സൈറ്റിനെ പറ്റിയിട്ടെന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന നിങ്ങൾക്ക് 4000 തൊട്ട് 6000 രൂപ വരെ ആ വെബ്സൈറ്റിൻ്റെ ഓണർ നിങ്ങൾക്ക് തരും. കറക്റ്റ്, അത് നിങ്ങൾ കേട്ട സത്യമാണ്. ഇങ്ങനെ ഒരു ജോബ് നമ്മുടെ ഇൻ്റർനെറ്റിലുണ്ട്. സോ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജോബാണ്. നമുക്ക് മാക്സിമം ഒരു 5 തൊട്ട് 10 മിനിറ്റ് നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യേണ്ടുള്ളൂ. പക്ഷെ അത് വെച്ച് നിങ്ങൾക്ക് ഒരു 4000 രൂപ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ ഇതെന്താണെന്ന് വെച്ചാൽ ഈ വേൾഡിലെ പല വെബ്സൈറ്റ്സും അവരുടെ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ അവരുടെ വെബ്സൈറ്റ് എത്രത്തോളം ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. സോ അത് ടെസ്റ്റിംഗ് മെത്തേഡാണ്. അതായത് പല വെബ്സൈറ്റ്സും അവരുടെ യൂസേഴ്സ് അവരുടെ വെബ്സൈറ്റ് കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരു പാരിതോഷികമായിട്ട് ഒരു 4000 അല്ലെങ്കിൽ ഡോളേഴ്സിലാണ് തരിക. അതായത് ഒരു $70 to $100, ചില $150, അങ്ങനെ പല എമൗണ്ട് അവരുടെ ഇതിനനുസരിച്ചിട്ട് അവർ നമുക്ക് പേ ചെയ്യും. സോ ഇതാണ് വർക്ക്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇതേപോലത്തെ 2 വെബ്സൈറ്റ്സ് ആണ്. അത് വേൾഡിൽ ടോപ്പ് ആയിട്ടുള്ള 2 വെബ്സൈറ്റ്സ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താ ചെയ്യേണ്ടത് വെച്ചാൽ. സോ ഫസ്റ്റ് വെബ്സൈറ്റിൻ്റെ പേര് usertesting.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. സോ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ അതിൽ നിങ്ങൾ ആ മൊബൈലിലാണെങ്കിൽ നിങ്ങൾ ആ ടാബ് അമർത്തിയിട്ട് താഴത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം, അതായത് ഗെറ്റ് പെയ്ഡ് ഫോർ ടെസ്റ്റിംഗ് എന്നുണ്ടായിരിക്കും. നമുക്ക് കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും യൂസ് ചെയ്യാം, അതുപോലെ മൊബൈലും ചെക്ക് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾ എന്ത് ചോദിച്ചാൽ ഗെറ്റ് പെയ്ഡ് ടു ടെസ്റ്റിംഗ് കൊടുത്തിട്ട് നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കൊരു ലിങ്ക് അയക്കും. എന്നിട്ട് നിങ്ങൾ ആ ലിങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളോട് ഒരു ക്രോം എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറയും. അതായത് നമ്മുടെ ലാപ്ടോപ്പിൽ ക്രോമിൽ നമ്മൾ പല ആഡ് ബ്ലോക്കേഴ്സ് ഒക്കെ ഇല്ല, അതേപോലത്തെ ഒരു എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറയും. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഒരു സ്ക്രീനിങ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ അത് ചെയ്യാൻ പ്രാപ്തരാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രീനിങ് ഉണ്ടായിരിക്കും. കുറേ ഫേക്ക് ആയിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒരു സ്ക്രീനിങ് ഉണ്ടായിരിക്കും. സോ അതിലെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു വെബ്സൈറ്റ് നമുക്ക് കാണിക്കും. നിങ്ങൾ ആ വെബ്സൈറ്റ് പോവുക, എന്നിട്ട് ആ വെബ്സൈറ്റിൽ ഇപ്പോൾ എനിക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് വന്നൊരു എക്സ്പീരിയൻസ്, എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റ് കാണിച്ചു. എന്നിട്ട് ആ വെബ്സൈറ്റിൽ അവർ നമ്മളോട് ആ വെബ്സൈറ്റിൽ ഒരു മാപ്പ് ഉണ്ടായിരുന്നു, ആ മാപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അത് ഞാൻ മാപ്പ് കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് എളുപ്പത്തിൽ പെട്ടെന്ന് അഴിതരുണ്ടായിരുന്നു, അത് കാണിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അത് കാണാൻ പെട്ടെന്ന് ആ മാപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റി. അതേപോലെ എൻ്റെ എനിക്കത് ആ വെബ്സൈറ്റിനെ കുറിച്ച് എന്ത് തോന്നി എന്ന് ഞാൻ ഷെയർ ചെയ്തു. സോ അതാണ് സ്ക്രീനിങ് ടെസ്റ്റ്. സോ സ്ക്രീനിങ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങളത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവരത് 2-3 ദിവസം കൊണ്ട് അവർ ആ വീഡിയോ നമ്മൾ ചെയ്തത് നോക്കിയിട്ട് അവർക്കത് ഹാപ്പി ആണെങ്കിൽ അവർ നമ്മളെ ഈ ജോലിക്ക് വിളിക്കും. പിന്നെ എന്താ വെച്ചാൽ ഓരോ തവണ അവർ പുതിയ വെബ്സൈറ്റ് ടെസ്റ്റിങ്ങിന് അവർക്ക് വരുമ്പോൾ അവർ നമുക്ക് ഇമെയിൽ അയക്കും, അല്ലെങ്കിൽ നമ്മൾ ആ വെബ്സൈറ്റിൽ കയറി നോക്കി നമുക്കത് അസൈൻ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളത് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ പാരിതോഷം തന്നുകൊണ്ടിരിക്കും. സോ ഇതാണ് ചെയ്യേണ്ടത് usertesting.com. ഇതേപോലെ തന്നെ വേറൊരു വെബ്സൈറ്റാണ് validity.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. സോ ഇതും അതേപോലെ തന്നെയാണ്. ആ വെബ്സൈറ്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഗെറ്റ് പെയ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഉണ്ടായിരിക്കും. അത് ഫില്ല് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. പിന്നെ അവർക്ക് ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേപോലെ ഈ വെബ്സൈറ്റിലൊന്നും കാശ് ഉണ്ടാക്കാം. സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ഒരു മെത്തേഡാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. സോ നിങ്ങളെപ്പോലെ അവർക്കും ഇതേപോലെ ഒരു വരുമാനം എല്ലാവർക്കും ഒരു വരുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞ നല്ല കാര്യമല്ലേ. സോ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം ഞാൻ ഇതേപോലത്തെ കുറേ മണി മേക്കിംഗ് ടിപ്സ് ആയിട്ട് ഇനി പുതിയ വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണ്.